ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ആദ്യത്തെ ഗർഭകാലത്തിൻ്റെ ആഴ്ച തൊട്ട് 6ാമത്തെ ആഴ്ച വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടിയുടെ വളർച്ച എന്താണ് എന്നൊക്കെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 7th വീക്ക്, അതായത് 7ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ അത് പ്രഗ്നൻസിയുടെ 2ാമത്തെ മാസം എന്ന് തന്നെ പറയാം എന്നതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് 1ാമത്തെ ആഴ്ച തൊട്ട് 6ാമത്തെ ആഴ്ച വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 7th വീക്കിനെ പറ്റിയാണ്. അതായത് 7th വീക്കിൽ നേരത്തെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. 6th വീക്ക് വരെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആ ലക്ഷണങ്ങളുടെ തോത് കുറച്ച് കൂടുതലായിരിക്കും ഈ ആഴ്ച തൊട്ട് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ എത്ര ലക്ഷണങ്ങൾ എന്തൊക്കെ കൂടിയാലും ഒരു 3ാമത്തെ മാസം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഈ ലക്ഷണങ്ങളൊക്കെ കുറയുകയും ചെയ്യും. ചിലർക്കത് ഇല്ലാതാവുകയും ചെയ്യും ലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഒരു 3 months വരെ മാത്രമേ ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുത്തുള്ളൂ. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 7ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റി പറയാം. അതായത് 7ാമത്തെ ആഴ്ച ആകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി അറിയുക തന്നെ ചെയ്യും. അതായത് ടെസ്റ്റും ഇപ്പം ആർത്തവം ആവാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോൾ 7ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് അറിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ 7ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആ ഒരു ഷേപ്പും വെയിറ്റും എന്നൊക്കെ പറയുന്നൊരു ബ്ലൂബെറിയുടെ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ തലച്ചോറ്, ശ്വാസകോശം, ദഹന വ്യവസ്ഥ, കൈകാലുകൾ, മുഖം എന്നിവയൊക്കെ വലുതായിട്ട് വികസിക്കുന്നത്. 7ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് വയറ് വലിയതായിട്ടൊന്നും ദൃശ്യമാകില്ല. കാരണം അതൊരു 15 ആഴ്ചയൊക്കെ കഴിയണം. പ്രഗ്നൻസിയുടെ ഒരു 15 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് വയറ് ദൃശ്യമാകുന്നത്. അപ്പോൾ അതിലും ആരും അതൊരു വിഷമമായിട്ട് കണക്കാക്കണ്ട. വയറില്ലല്ലോ എന്നുള്ള ഇതിൽ വിഷമം കണക്കാക്കണ്ട. അപ്പം ഇത് മാത്രമല്ല, ഈ സമയത്ത് ചില ഇഷ്ടപ്പെട്ട ആഹാരത്തിനോട് ചിലപ്പോൾ ഒരു മനംപുരട്ടൽ, ഓക്കാനം, അത് കാണുമ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും വിഷമമുണ്ട്, ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഛർദ്ദിലാണ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ കുറച്ച് ടൈം കൂടി വരെയുള്ളൂ. അതുവരെ ഒന്ന് സഹിക്കുക. എന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്. ഫുഡ് കഴിക്കണം. നമുക്ക് കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് പ്രധാനം. കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ അമ്മയുടെയും ആരോഗ്യം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യല്ല. ഫുഡ് കഴിക്കണം, നന്നായിട്ട് വെള്ളവും കുടിക്കുകയും ചെയ്യണം. ആവശ്യമുള്ള പോഷക ഗുണങ്ങളേറിയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയാനുള്ളത് കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റിയാണ്. ഈ 7ാമത്തെ ആഴ്ചയിലെ കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ അടിസ്ഥാന വിഭാഗങ്ങൾ രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. മുഖത്തിൻ്റെ ചെറിയൊരു രൂപവും കൈകളും കാലുകളും ഒക്കെ വളരാൻ തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ്. ദഹന വ്യവസ്ഥയും ശ്വാസകോശവും ഒക്കെ വികസിക്കുന്നതും ഈ ഘട്ടത്തിലാണ്. കുഞ്ഞിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കാനും പോഷകങ്ങളും ഓക്സിജനും കുഞ്ഞിൻ്റെയും നിങ്ങളുടെ ഇടയിൽ പ്രവഹിക്കാനും അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യം ചെയ്യുന്നത് പൊക്കിൾക്കൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ലതായിട്ടുള്ള പോഷക ഗുണങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പായാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്. അതായത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവർ പറയുന്ന രീതിയിലുള്ള മെഡിസിൻസും കഴിച്ചിട്ട് അവർ പറയുന്ന രീതിയിൽ ചെക്കപ്പൊക്കെ നടത്തി ചെക്കപ്പ് ഡേറ്റ് അവർ പറയുന്ന ദിവസം തന്നെ പോയി നോക്കാൻ ശ്രമിക്കുക. അത് ഒരിക്കലും ഒന്ന് മാറ്റി വയ്ക്കുകയോ ലാഗടിക്കുകയോ ഒന്നും ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള ടൈം തന്നെ അവർ ഡോക്ടർ പറയുന്ന സമയത്ത് പോയി കാണുക. പോയി കാണുമ്പോൾ ഹസ്ബൻഡ് വൈഫും നിർബന്ധമായിട്ട് ഒരുമിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവരോട് എന്തായാലും ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ കഴിവതും ഒരാളും കൂടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 7ാമത്തെ ആഴ്ചയിൽ ഗർഭകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവും. ചില ഫുഡ് കാണുമ്പോഴോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കാം, പക്ഷേ അത് ഗർഭകാലത്ത് അത് കാണുമ്പോൾ അത് ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവും. അധികം വേവിക്കാത്ത ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കുക. പിന്നെ
വീട്ടിൽ തന്നെയുള്ള നാടൻ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങളും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ അമിതമായിട്ട് ഉമിനീര് സെക്രീഷൻ ഉണ്ടാവുന്ന ഒരു ടൈം കൂടിയാണ്. അതായത് ഈ പോക്കാനോ ഛർദിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉമിനീര് അമിതമായിട്ടുണ്ടാകും. അപ്പോൾ മിക്ക ആൾക്കാരും അത് തുപ്പി കളയുന്നതൊക്കെ കാണാം ആ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കരുത്. കാരണം ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഈ സമയത്ത് കുടിക്കണം. ചില ഭക്ഷണങ്ങൾ കൊതി ഉള്ളത് കാണും, അതുപോലെ തന്നെ വെറുപ്പുള്ളതായിട്ടുള്ളത് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ളത്, ചിലർക്ക് അമിത വിശപ്പ് ഉണ്ടാവും ഈ ടൈമിൽ, ചിലർക്ക് വിശപ്പേ ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇടവിട്ട് കുറച്ചായാലും എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതുപോലെ തന്നെ വലിച്ചു വാരി ഒരുപാട് വയറ് വീർക്കുന്ന രീതിയിൽ കഴിക്കാതെ ഇരിക്കാനും ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല ഭക്ഷണത്തിനോട് കൊതിയും വെറുപ്പും അതുപോലെ തന്നെ അമിത വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒരു ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ടൈം, അതായത് ഒരു 3 months കഴിയുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങും. അപ്പോൾ ചിലർക്ക് ഈ ടൈമിൽ, അതായത് ചിലർക്ക് മലബന്ധമായിരിക്കും ചിലർക്ക് അനുഭവപ്പെടുന്നത്, ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, ദഹനക്കേട്, ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും, വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അതൊക്കെ നമ്മൾ ധാരാളം വെള്ളം കുടിച്ച് വാഴപ്പഴം, ഓട്സ് എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഓൾറെഡി ഇതേപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. കഴിവതും സ്പൈസി ആയിട്ടുള്ള പുറത്തു നിന്നൊക്കെ ഉള്ള ഫുഡുകൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മലബന്ധം കഠിനമായിട്ട് നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ വയറുവേദന എന്നിവ മാറാതെ നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഒരു പ്രധാന ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നതാണ് ഈ ക്ഷീണത്തിന് കാരണം, ഉറക്കത്തിനും കാരണം. എപ്പോഴും റെസ്റ്റ് എടുക്കാൻ തോന്നുക, എപ്പോഴും കിടക്കാൻ തോന്നുക, അതൊക്കെ നമ്മൾ ഈ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ക്ഷീണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിവതും നമ്മൾ എന്ന് വെച്ചിട്ട് എപ്പോഴും കിടക്കണമെന്ന് പറയുന്നില്ല. ജോലികൾ ചെയ്യാം, അമിതമായിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. പക്ഷേ എന്നാലും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. പിന്നെ ക്ഷീണം, ചിലർക്ക് മൈഗ്രെയിൻ, തലവേദന എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ക്ഷീണവും തലവേദന എന്നിവയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറിനോട് പറയാം. പിന്നെ ചിലർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക എന്നുള്ളത്. അതും ഹോർമോണിൻ്റെ ചേഞ്ചസും രക്തത്തിൻ്റെ അളവൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഇതാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും എന്ന് കരുതി ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കും, യൂറിൻ പാസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ സമയത്ത്, ഗർഭകാലത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കുഞ്ഞിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരിക്കലും വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് ഗർഭകാലത്ത് യോനിയിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജാണ്. അപ്പോൾ ചിലർക്കത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറിനോട് പറയാം. അതല്ലാതായിട്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇറിറ്റേഷന്, ബേണിംഗ് സെൻസേഷൻ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു എരിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണണം. ചിലപ്പോൾ അത് ബാക്ടീരിയലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാവാം. അപ്പോൾ അതും വെച്ചുകൊണ്ടിരിക്കരുത്. അത് പ്രഗ്നൻസിയുടെ പാർട്ടാണ് എന്ന് കരുതി, സിംറ്റമാണ് എന്ന് കരുതി ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് കാര്യം പറയാം. പിന്നുള്ളത് ഏഴാമത്തെ ആഴ്ച തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അതായത് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടിവസ്ത്രങ്ങൾ ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. വൃത്തിയായിട്ട് തന്നെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കാരണം ഈർപ്പം വന്നാൽ ഉടനെ തന്നെ അത് ഇൻഫെക്ഷൻ, പെട്ടെന്ന് ഗർഭകാലത്ത് പെട്ടെന്ന് ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ചിലർക്കെങ്കിലും മെയിനായിട്ട് ഈ നാടൻ ഭക്ഷണങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകും. വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എപ്പോഴും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്ന ആൾക്കാർ കാണും. എന്നിരുന്നാലും ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ കൊതിക്കൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പലതരം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടായിരിക്കും ഫാസ്റ്റ് ഫുഡൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഞ്ഞിനും അതുപോലെ തന്നെ
അമ്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഗർഭകാലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള ഭക്ഷണങ്ങൾ, വീട്ടിൽ നമ്മളുടെ തന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് വീട്ടിലുള്ള മലക്കറികളാണ് എന്നുണ്ടെങ്കിൽ, വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്ന മലക്കറിയാണെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, വിശ്വസിച്ച് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എരിവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതും പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ദഹന പ്രശ്നങ്ങൾ, നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഗർഭകാലത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, ഹാപ്പി ആയിട്ടിരിക്കാനും സഹായിക്കും. നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല പാട്ട് കേൾക്കാം, ബുക്ക് വായിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളത് നമുക്ക് അറിയാൻ സഹായിക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലം തന്നെയാണ് ഗർഭകാലം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ 8th വീക്കിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു.